ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ട. സൂപ്പർമൂൺ എന്നാൽ എന്ത്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന പ്രതിഭാസത്തെയാകുന്നു സൂപ്പർമൂൺ എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം സ്പുട്നിക് 1. അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം അപ്പോളോ 11. വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം എജുസാറ്റ്. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം സൂപ്പർനോവ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ്? ഉത്തരം നാസ. അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ദ്രാവകം ഏതാണ്? ഉത്തരം ടൈറ്റാനിയം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഉത്തരം തുമ്പ. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് തുമ്പ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവാര്? ഉത്തരം കോപ്പർനിക്കസ്. ചന്ദ്രനിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? ഉത്തരം ചൈനയിലെ വൻമതിൽ. ചന്ദ്രനിലെ ഏറ്റവും ആഴമേറിയ ഗർത്തം ഏതാണ്? ഉത്തരം ന്യൂട്ടൺ ഗർത്തം. അടുത്ത ചോദ്യം നോക്കാം. നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കുന്ന മാനമേതാണ്? ഉത്തരം പ്രകാശവർഷം. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം രോഹിണി 1. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആരായിരുന്നു? ഉത്തരം മൈക്കിൾ കൊളിൻസ്. അടുത്ത ചോദ്യം നോക്കാം. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ബുധൻ. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്തുവാൻ വേണ്ട സമയം എത്ര? ഉത്തരം 1.3 സെക്കൻഡ്. അടുത്ത ചോദ്യം, ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി വാനനിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഗലീലിയോ. ഒരു വേഴവട്ടക്കാലം എത്ര വർഷമാണ്? ഉത്തരം 12. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം APJ അബ്ദുൽ കലാം. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം ഏത്? ഉത്തരം സോയൂസ് T-11. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏത്? ഉത്തരം കോർട്ടോസാറ്റ് 11. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഉത്തരം കൽപ്പന 1. ISROയുടെ നിലവിലെ ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ S സ്വാമിനാഥ്. 26ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഉത്തരം ആപ്പിൾ. ISRO നിലവിൽ വന്ന വർഷം ഏത്? 1969 ഓഗസ്റ്റ് 15. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴം. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം സെലനോളജി. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം നോക്കാം. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? ഉത്തരം 13 തവണ. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ 2ാം ഭാഗം ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സന്ദർശിക്കൂ.